Today we will discuss about tangent lines. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സ് അതിൻ്റെ കുറേ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ടാൻജൻറ്റ് ലൈൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ടാൻജൻറ്റ് ലൈൻ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ടാൻജൻറ്റ് ലൈൻ എന്താണെന്ന് അറിയാം. ഇനി അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നമുക്കറിയാം അല്ലേ. വി ഹാവ് ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ എക്സ് നോട്ട് വൈ നോട്ട് വിത്ത് സ്ലോപ്പ് എം ഈസ് y minus y naught equal to m into x minus x naught or y equal to y naught plus m into x minus x naught. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷനും ഇതുപോലെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഒരു ടാൻജൻറ്റ് ലൈൻ അവിടെ നമുക്ക് സ്ലോപ്പ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവാണ് നമ്മൾ കണ്ടായിരുന്നു. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവാണ് അല്ലേ. അപ്പോൾ ഹെൻസ് ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഹെൻസ് ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ടാൻജൻറ്റ് ടു ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ y equal to f of x at ordered pair x naught comma f of x naught is y equal to f of x naught plus f dash of x naught into x minus x naught. ഈ പോയിന്റിന് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ് ടാൻജൻറ്റ് ടു ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ y equal to f of x എന്ന് പറയുന്നത്. ഇതാണ് y equal to f of x naught plus f dash of x naught into x minus x naught. അപ്പോൾ ഫംഗ്ഷന് ഡെറിവേറ്റീവ് ആണ്. അത് x നോട്ടിലുള്ള ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ ടാൻജൻറ്റ് ടു ദ കർവ് y equal to x plus 2/x അറ്റ് ദ പോയിന്റ് 1,3. ഫംഗ്ഷൻ ഇതാണ് y equal to x plus 2/x. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിന് ആദ്യം നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ദ സ്ലോപ്പ് ഓഫ് ദ കർവ് എന്ന് പറയുന്നത് എന്താണ്? ദ സ്ലോപ്പ് ഓഫ് ദ കർവ് dy/dx ആണ് അല്ലേ. വിച്ച് ഈസ് dy/dx. ഇവിടെ y എന്ന് പറയുന്നത് എന്താണ്? x പ്ലസ് 2/x. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 2/xൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2/x² ആണ് അല്ലേ. എന്ത് വരും അപ്പം? സോറി, മൈനസ് 1/x² ആണ്. അപ്പോൾ നമുക്ക് ടോട്ടല് 1 മൈനസ് 2/x² കിട്ടും. സ്ലോപ്പ് എന്ന് പറയുന്നത് 1 മൈനസ് 2/x² കിട്ടും. ഇനി സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് 1 അല്ല, x equal to 1 ആകുമ്പോൾ ഉള്ള സ്ലോപ്പ്. ആൻഡ് സ്ലോപ്പ് ഓഫ് ദ കർവ് അറ്റ് x equal to 1. അപ്പോൾ എക്സിന് 1 കൊടുത്ത് ചെയ്യാം. 1 മൈനസ് 2/1² ഇസ് ഈക്വൽ ടു 1 മൈനസ് 2. സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് -1 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇക്വേഷനാണ്. അപ്പോൾ ഹെൻസ് therefore the tangent to the curve at 1,3 tangent to the curve at ordered pair 1,3 is a line having slope -1 and passing through 1,3. Hence its equation is y equal to x naught plus അല്ല, x naught എന്ന് പറയുന്നത് എന്താണ്? അല്ല സോറി, f of x naught. f of x naught എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ എഴുതാം. f of x naught plus f dash of x naught into x minus x naught ആണ്. f of x naught എന്ന് പറയുന്നത് എന്ത് വരും? 3 ആണ്. f dash of x naught -1 into x minus x naught എന്ന് പറയുന്നത് 1. അപ്പോൾ 3 മൈനസ് x മൈനസ് 1 വരും. 3യും 1 കൂടെ ആഡ് ചെയ്യുന്നത് 4 മൈനസ് x അല്ലേ. y equal to 4 മൈനസ് x. നമുക്ക് എക്സിനെ കൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് എന്ത് വരും? ദാറ്റ് ഈസ് x പ്ലസ് y equal to 4. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് 1,3. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x പ്ലസ് y ഈക്വൽ ടു 4 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇക്വേഷൻ.
ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് ടു ദ കർവ് y ഈക്വൽ ടു എക്സ് പ്ലസ് 2/x അറ്റ് ദ പോയിന്റ് ഓർഡേഡ് ബൈ 1, 3 എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x at f of x naught where f of x equal to 1/x square plus 4 whole square and at x naught equal to 1. Second one, f of x equal to root x plus 1/2 into x plus 1, x naught equal to 1. രണ്ടിടത്ത് x naught 1 ആണ്. രണ്ട് ഫംഗ്ഷൻ്റെയും ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ദ സ്ലോപ്പ് ഓഫ് ദ ഗിവൺ കർവ് ഈസ് f dash of x. f dash of x equal to d by dx of 1/x square plus 4 whole square. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? കോഷ്യൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരും എക്സ് സ്ക്വയർ ഡിനോമിനേറ്റർ അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? വൺ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുന്ന പോലെ കാണാം. 1/xൻ്റെ ആ ഫോമിലല്ലേ ഇതുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊരു മൈനസ് 1/x സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പവർ 4 വരും, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുക, എന്ത് വരും? 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4, പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x. ഇവിടെ 4x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഓൾ പവർ 4 എന്ന് വരും. നമുക്ക് ടോട്ടൽ ഇവിടെ എന്ത് കിട്ടും? 4x³ അല്ലെങ്കിൽ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 4x³ പ്ലസ് 16x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഓൾ പവർ 4. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് ഓഫ് 1 ആണ് ഇവിടെ കണ്ടത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് 1 ഈക്വൽ ടു 4 ഇൻറ്റു 1³ 4 പ്ലസ് 16 ബൈ 1 പ്ലസ് 4 5 പവർ 4 എന്ന് വരും. 20 ഡിവൈഡഡ് ബൈ ഒരു മൈനസ് ഉണ്ട് കേട്ടോ അവിടെ, മൊത്തത്തിൽ മൈനസ് ഉണ്ട്. മൈനസ് 20 ഡിവൈഡഡ് ബൈ 5⁴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്താലേ. ഒരു 5ഉം ഇതും കൂടെ കട്ട് ചെയ്യാലോ. ഒരു 5 കട്ട് ചെയ്തു, അപ്പോൾ 4 വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു -4/5³ എന്ന് പറയുമ്പോൾ 125. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് നമുക്ക് കിട്ടി. ഇനി ബാക്കി നമുക്ക് വാല്യൂറ്റ് ചെയ്യാം. -4/125 എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. അതുപോലെ എഫ് ഓഫ് എക്സ് നോട്ടും കണ്ടുപിടിക്കണം അല്ലേ. എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഫംഗ്ഷനിൽ എക്സ് നോട്ടിൻ്റെ വാല്യൂ എഫ് ഓഫ് 1 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1² 1 പ്ലസ് 4 ഹോൾ സ്ക്വയർ. 1/5² എന്ന് പറയും. 1/25 ആണ് എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ഹെൻസ് ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ടാൻജന്റ് ലൈൻ ഈക്വൽ ടു y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്
വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 1/25 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചായിരുന്നു -4/125 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 1. അപ്പോൾ നമുക്ക് 1/25 ആണെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം അല്ലേ. 25 × 5 ആണ് 125. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പം എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 125 എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ ആവുന്ന തരത്തിൽ ഇതിനെ മാറ്റി എഴുതാം. അപ്പം അങ്ങനെ ചെയ്യാൻ എന്ത് ചെയ്തേ, 5 - 4 × x - 1/125. മൊത്തത്തിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 125 കിട്ടി. അപ്പോൾ y ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 125 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 125y ഈക്വൽ ടു നമുക്ക് എക്സിൻ്റെ ടൈമും കൂടെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ 5 - 4 × x - 1. ദാറ്റ് ഈസ് എക്സിൻ്റെ ടൈമൊക്കെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഇവിടെ -4x കൂടെ ഉണ്ടാവും അല്ലേ. 125y + 4x ഈസ് ഈക്വൽ ടു 5 -4 × -1 ആണ്. അപ്പോൾ എന്ത് കിട്ടും, 4 കിട്ടും അല്ലേ. അപ്പോൾ 5 + 4 കിട്ടും ഈക്വൽ ടു 9. ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെടുത്താൽ ഞാൻ പറഞ്ഞത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെയിം മെത്തേഡിൽ ചെയ്ത് നോക്കുക. നമ്മൾ 2 ക്വസ്റ്റ്യനും സെയിം മെത്തേഡ് തന്നെ, മാറ്റമൊന്നുമില്ലായിരുന്നു. അടുത്തൊരു വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വേർ ഡസ് ദ ലൈൻ ടാൻജന്റ് ടു ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു 2/1 + √x at x equal to 4 cross the x axis. അപ്പോൾ ടാൻജന്റ് ലൈൻ എപ്പോഴാണ് നമ്മുടെ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. എന്നുവെച്ചാൽ y എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യാൻ നമ്മൾ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യാനല്ലേ. അപ്പോൾ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുമ്പോൾ y എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആണ്. അപ്പോൾ y 0 ആക്കിയിട്ട് അതിൻ്റെ ഇക്വേഷൻ ആ പോയിന്റ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ചെയ്യാം. ഇപ്പം ആദ്യം ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കണം, അതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് സ്ലോപ്പാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക അല്ലേ. dy/dx. The slope of the given curve is dy/dx, which is equal to d/dx of 2/1 + √x. 2 × ഡെറിവേറ്റീവ് 1/1 + √x എന്ന് പറയുമ്പോൾ -1/1 + √x all square × 1 + √x-ൻ്റെ ഡെറിവേറ്റീവ് 1-ൻ്റെ ഡെറിവേറ്റീവ് 0, √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x. 2 2 കൂടെ കട്ടായിപ്പോയി. ബാക്കിയുള്ളത് -1/√x × 1 + √x all square. ഈ എക്സ് എന്ന് പറയുന്നത് 4 ആവുമ്പോൾ ഉള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ dy/dx സ്ലോപ്പ് അറ്റ് എക്സ് ഈക്വൽ ടു 4 കണ്ടുപിടിക്കാം. എക്സ് 4 ആവുമ്പോൾ ഉള്ള വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും, -1/√4 എന്ന് പറയുമ്പോൾ 2 × 1 + √4 എന്ന് പറയുമ്പോൾ 2 all square -1/2 × 3 square 9 -1/18 കിട്ടും. അപ്പോൾ സ്ലോപ്പ് കിട്ടി നമുക്ക്. ഇനി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് y at x equal to 4. ഓൾസോ y at x equal to 4 equal to 2/1 + √x at x equal to 4. ഇവിടെ √4 എന്ന് പറയുമ്പോൾ 2 കിട്ടും. 2/1 + 2 3. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കണം. ഹെൻസ് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ at x equal to 4. Equation of tangent line at x equal to 4 is y at x equal to 4 plus dy/dx at x equal to 4 into x minus x naught എന്ന് പറയുന്നത് 4 ആണല്ലേ. ദാറ്റ് ഈസ് വാല്യൂസ് കണ്ടുപിടിച്ച് എഴുതുക. y equal to
ഇവിടെ എന്താ കണ്ടുപിടിച്ചത്? 2/3 കിട്ടി. dy by dx -1/18 x - 4. അപ്പോൾ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ എന്താക്കി 18 ആക്കാം. അപ്പോൾ 6 × 3 ആണല്ലോ 18. 6 × 2 12 മൈനസ് x - 4 ഡിവൈഡഡ് ബൈ 18. ദാറ്റ് ഈസ് 18y. ഈ മൈനസ് എക്സിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പ്ലസ് എക്സ് ആയി. പ്ലസ് എക്സ് ഈക്വൽ ടു 12 + 4 16. ഇങ്ങനെ ഏത് രീതിയിലും എഴുതാം കേട്ടോ. ഇനി എന്ത് ചെയ്യുക? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ദ ലൈൻ ക്രോസസ് ദ എക്സ് ആക്സിസ്. എപ്പോഴാണ് ദ ലൈൻ ക്രോസസ് the x-axis when y equal to 0. The line crosses the x-axis when y equal to 0. Hence, putting y equal to 0 in the above equation of the tangent, we get 16 minus x equal to 8 into 18 into 0. 18 into 0 plus x equal to 16, which implies ഇതിൽ നിന്ന് x കണ്ടുപിടിക്കുക. x equal to 16. ഇവിടെ 0 ആവുമല്ലോ. x equal to 16 കിട്ടും. അപ്പോൾ 16 വരുന്ന പോയിന്റിലാണ് ടാൻജന്റ് ലൈൻ y x ആക്സിസിനെ ക്രോസ് ചെയ്യുന്നത്. ഹെൻസ് ദ ടാൻജന്റ് ലൈൻ ക്രോസസ് ദ x ആക്സിസ് വെൻ x equal to 16. That is at the point ഓർഡേഡ് പെയർ 16, y എന്ന് പറയുന്നത് 0. ഓർഡേഡ് പെയർ 16 0-യിലാണ് നമ്മുടെ ടാൻജന്റ് ലൈൻ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവിടെ y 0 എടുത്തത്? നമ്മൾ എക്സ് ആക്സിസ് ഇത്, y ആക്സിസ് ഇതാണ്. അപ്പോൾ ഈ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നത് അടുത്ത y എന്തായിരിക്കും? ഇവിടെ y 0 ആയിരിക്കും. ഈ എക്സ് ആക്സിസിൽ y 0 ആണ് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ. അതുകൊണ്ടാണ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് y equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ രണ്ട് രീതിയിൽ യൂസ് ചെയ്തു. ഒന്ന് ഡയറക്റ്റ് ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കാനും, ഒന്ന് അത് y ആക്സിസിൻ്റെ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നത് കണ്ടുപിടിക്കാനും. നേരെ തിരിച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ലീനിയർ അപ്രോക്സിമേഷൻ ആണ് പറയാൻ പോകുന്നത്. പുതിയൊരു ടോപ്പിക്കാണ്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ലീനിയർ അപ്രോക്സിമേഷൻ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ വേറെ ടോപ്പിക്കിലേക്ക് നമുക്ക് കയറാം. ചാപ്റ്റർ 2 എത്തും. ഇത് ചാപ്റ്റർ 1 അപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒരു സെക്ഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ ലീനിയറൈസേഷൻ കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ 1 നമുക്ക് ഫിനിഷ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.